ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന തിരുവിതാംകൂർ അഞ്ചൽ, അതായത് ട്രാവൻകൂർ അഞ്ചൽ പോസ്റ്റൽ സ്റ്റാമ്പിനെ കുറിച്ചാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള സ്റ്റാമ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാമ്പ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന സ്റ്റാമ്പ് ഈ ഒരു സ്റ്റാമ്പാണ്. ട്രാവൻകൂർ അഞ്ചലിലെ 6 കാശ് എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ് ഈ ഒരു സ്റ്റാമ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ കളർ വരുന്നത് നമുക്ക് ഗ്രീൻ കളർ ഒരു ബോർഡറും സെൻറ്ററായിട്ട് ഒരു ബ്ലാക്ക് മറ്റേ സ്കെച്ച് പോലത്തെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പിക്ചറാണ് ഇതിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും മലയാള അക്ഷരത്തിൽ തിരുവിതാംകൂർ അഞ്ചൽ എന്നുള്ള മലയാള അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ട്രാവൻകൂർ അഞ്ചൽ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 6 കാശ് എന്നുള്ള മലയാള അക്ഷരവും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 6 ക്യാഷ് എന്നുള്ള മലയാള അക്ഷരം കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മലയാളം അക്ഷരത്തിലെ ആ ഒരു വാല്യൂ ആണ്, അതായത് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ 6 കാശ് എന്നാണ്. അപ്പോൾ 6 എന്നുള്ള നമ്പർ നമുക്കിവിടെ മലയാള അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അക്കങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് പഴയൊരു സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് 1931-37 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു സ്റ്റാമ്പ് നിലവിലുണ്ടായിരുന്നത്, അതായത് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 കാശുമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വാല്യൂ തന്നെ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാമ്പൊക്കെ നിങ്ങൾ കളക്ഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും, അതായത് സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാമ്പൊക്കെ കിട്ടുവാണെങ്കിൽ, അതായത് ഒരുപാട് പേരൊക്കെ നാണയങ്ങളും കറൻസികളൊക്കെ കളക്ഷൻ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാമ്പ് കളക്ഷൻ നല്ലൊരു ഹോബിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപയോഗവും അതുപോലെ പെട്ടെന്ന് തന്നെ വളരെ നമുക്ക് മുതൽ മുടക്കില്ലാതെ നമുക്കൊരു കളക്ഷൻ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് സ്റ്റാമ്പ് കളക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിൽ പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കളക്ഷൻ ചെയ്ത് വയ്ക്കുന്നത് തിരുവിതാംകൂർ സംബന്ധിച്ചിട്ടുള്ള സ്റ്റാമ്പുകളാണ്. അത്യാവശ്യം മാർക്കറ്റിൽ ചെറിയൊരു പ്രൈസൊക്കെ വരാറുണ്ട് ചില സ്റ്റാമ്പുകൾക്കൊക്കെ റെയർ കാറ്റഗറിയിൽ വരുന്ന പ്രൈസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പ് ട്രാവൻകൂർ അഞ്ചലിലെ 6 ക്യാഷ് എന്നറിയപ്പെടുന്ന ഈ ഒരു ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പിക്ചറോട് കൂടിയ ഈ ഒരു സ്റ്റാമ്പിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ, ഏകദേശം ഒരു 150 രൂപ മുതൽ 200 രൂപ 250 രൂപ വരെ, നല്ലൊരു കണ്ടീഷന് 250 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള സ്റ്റാമ്പാണ് ട്രാവൻകൂർ അഞ്ചലിലെ 6 ക്യാഷ് എന്നറിയപ്പെടുന്ന സ്റ്റാമ്പ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് യൂസ്ഡ് കണ്ടീഷൻ സ്റ്റാമ്പാണ്. ഈ ഒരു സ്റ്റാമ്പിൻ്റെ മിൻറ്റ് കണ്ടീഷനൊക്കെ മാർക്കറ്റിൽ ഇതിലും വലിയൊരു പ്രൈസാണ് വരുന്നത്. അപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം ഈ ഒരു സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാമ്പൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.